നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഹെഡ് ഓഫീസ് സീൽ ചെയ്തു. ബഡ്സ് ആക്ട് പ്രകാരം കളക്ടറുടെ ഉത്തരവിലാണ് നടപടി. ചേർപ്പ് പോലീസിന്റെ നേതൃത്വത്തിലാണ് സീൽ ചെയ്തത്. സാമ്പത്തിക തട്ടിപ്പിൽ ഇഡി അന്വേഷണം തുടരുന്നതിനിടെയാണ് പോലീസ് നടപടി. തട്ടിപ്പിൽ പ്രതികളായ പ്രതാപനും ശ്രീനയും ഒളിവിലാണ്. വിവരങ്ങൾ ആസിഫ് നൽകും. ആസിഫ്, കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് ഈ ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസ് സീൽ ചെയ്തത്. ഇഡി അന്വേഷണവും പുരോഗമിക്കുകയാണ്. എന്നാൽ പ്രതികളെയും ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞില്ല. അവരിപ്പോഴും ഒളിവിലാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ഹൈറിച്ചിന്റെ ഓഫീസ് പോലീസ് സീൽ ചെയ്തത്? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? അജി, തൃശൂർ വല്ലച്ചിറ പഞ്ചായത്തിന്റെ പരിധിയിൽ കടലാശ്ശേരിയിലുള്ള ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഹെഡ് ഓഫീസാണ് ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹൈറിച്ചിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നേരത്തെ തന്നെ കളക്ടർ ഉത്തരവിട്ടതാണ്. ബഡ്സ് ആക്ട് പ്രകാരം അവരുടെ ഉടമകളുടെ സ്വത്തുക്കളടക്കം കണ്ടുകെട്ടാൻ ഉത്തരവിട്ടിരുന്നത്. ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത പരാതിയിലായിരുന്നു കളക്ടറുടെ നടപടി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഹെഡ് ഓഫീസ് ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഉടമകളായ പ്രതാപനും ശ്രീനയും സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം കോടതി തള്ളുകയും ചെയ്തിരുന്നു. പ്രതികൾ നിലവിൽ ഒളിവിൽ പോയ സാഹചര്യമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും സാമ്പത്തിക തട്ടിപ്പിൽ ഇഡിയുടെ അന്വേഷണം അടക്കം തുടരുന്ന സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ വല്ലച്ചിറ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കടലാശ്ശേരിയിലുള്ള ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഹെഡ് ഓഫീസ് പോലീസ് സീൽ ചെയ്തിട്ടുള്ളത്. ചേർപ്പ് പോലീസാണ് ഈ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ആസിഫാണ് വിവരങ്ങൾ നൽകിയത്. ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസ് പോലീസ് സീൽ ചെയ്തിരിക്കുന്നു. കളക്ടറുടെ ഉത്തരവിന്മേലാണ് പോലീസിന്റെ നടപടി. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ആസിഫ്.